ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറുവാൻ പോകുന്നു. 7 ദിവസത്തിനുള്ളിൽ രാജയോഗമെത്തും. പുത്തൻ വീടും കാറുമെല്ലാം നിങ്ങൾക്ക് സ്വന്തമാകുവാൻ പോകുന്നു. 2024 സെപ്റ്റംബർ 18 ബുധനാഴ്ച, അതായത് ഇന്നലെ, കന്നിമാസം 2, ശുക്രൻ നീചരാശിയായ കന്നിയിൽ നിന്നും സ്വന്തം ക്ഷേത്രവും മൂലക്ഷേത്രവുമായ തുലാം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഒക്ടോബർ 13 ഞായർ, അതായത് കന്നി 27 വരെ ശുക്രൻ തുലാം രാശിയിൽ തുടരുന്നതാണ്. ഈ രാശിചക്രത്തിൽ 7ാമത്തേതായ തുലാം രാശി ശുക്രന്റെ സ്വന്തം വീടാണ്, അഥവാ സ്വക്ഷേത്രമാണ്. തറവാട് എന്നർത്ഥം വരുന്ന മൂലക്ഷേത്രവുമാണ് ശുക്രന് തുലാം രാശി. ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങൾ തുലാം രാശിയിൽ വരുന്നു. തുലാം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ 3 നക്ഷത്ര മണ്ഡലങ്ങളിലും കൂടി കടന്നു പോകുകയും ചെയ്യുന്നതാണ്. ശുക്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ മറ്റു ഗ്രഹങ്ങളൊന്നും ശുക്രനെ വീക്ഷിക്കുന്നില്ല. ചന്ദ്രനൊഴികെ 2 ദിവസം മാത്രം മറ്റു ഗ്രഹങ്ങളൊന്നും ശുക്രനുമായി സംഗമിക്കുന്നില്ല. ശുക്രന് ഈ കാലയളവിൽ മൗഢ്യദോഷവും ഉണ്ടാകുന്നില്ല. ശുക്രന്റെ ബലം ഒരു കാരണം കൊണ്ടും ദുർബലപ്പെടുന്നില്ലെന്നത് വ്യക്തമായ കാര്യമാണ്. ഗോചരത്തിൽ ഏറ്റവുമധികം ഫലം തരുന്ന ഗ്രഹം ശുക്രനാണ്. 6, 7, 10 എന്നീ 3 ഭാവങ്ങളിൽ ദോഷകാരിയാണ്. ശുക്രന് മറ്റുള്ള 9 ഭാവങ്ങളിലും ഗുണപ്രദമാണ്. ഇതനുസരിച്ച് ശുക്രൻ തുലാം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രസ്തുത തുലാം രാശി 6ാം രാശിയായി വരുന്ന ഇടവ രാശിക്കാർക്ക്, അതായത് കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ ശുക്രൻ പ്രതികൂല ഫലങ്ങളാണ് സമ്മാനിക്കുക. അതുപോലെ തന്നെ തുലാം 7ാം രാശിയായി വരുന്ന മേടരാശിക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക 1ാം പാദം ശുക്രൻ ഗുണങ്ങൾ നൽകുന്നില്ല. തുലാം 10ാം രാശിയായി വരുന്നത് മകര രാശിക്കാർക്കാണ്, അതായത് ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ. ഇവർക്കും ശുക്രൻ പ്രതികൂല ഭാവത്തിലാണ്. ഇപ്രകാരമുള്ള 3 രാശിക്കാർക്കും ഒഴികെ മറ്റുള്ള 9 രാശിക്കാർക്കും ശുക്രന്റെ തുലാം രാശി സഞ്ചാരം വളരെയധികം നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക 1ാം പാദം 7ാം ഭാവത്തിലാണ് ശുക്രന്റെ സഞ്ചാരം. ബിസിനസ്സുകാർക്ക്, വിശിഷ്യ കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് സമ്മിശ്രമായ സാഹചര്യം സംജാതമാകുന്നതാണ്. തൊഴിൽ രംഗം നിങ്ങളുടെ വിപുലീകരിക്കുവാനുള്ള ശ്രമം വളരെയധികം വിജയം കാണുന്നതാണ്. തൊഴിൽ മേഖലകളിൽ നിങ്ങൾക്ക് വളരെയധികം മോടി പിടിപ്പിക്കുന്നതിനായി അധികം ധനം ചെലവഴിക്കപ്പെടുകയും ചെയ്യും. വിദേശത്ത് പഠനം, തൊഴിൽ, യാത്രകൾ ഇവയ്ക്കുള്ള അനുമതിയും അവസരങ്ങളും നീണ്ടുപോകുവാൻ ഇടവരും. പഴയ നിങ്ങളുടെ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടുവാനും അനുരാഗികൾക്ക് ഉല്ലസിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. കലാപ്രവർത്തകരായ ആളുകൾക്ക് നിങ്ങൾക്കിവയെല്ലാം അവതരിപ്പിക്കുവാനും ആളുകളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങുവാനും കഴിയുന്നതാണ്. പരിഷ്കൃതമായ വസ്ത്രം, ചെരുപ്പ്, അലങ്കാര വസ്തുക്കൾ ഇവ വാങ്ങുവാനും സാധിക്കും. ഭോഗസുഖം അനുഭവിക്കും. ആകർഷകമാംവിധം സംഭാഷണം നടത്തുവാനും നിങ്ങൾക്ക് ഈ സാഹചര്യം സാധിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ. 6ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. സഹജ ഗുണങ്ങൾ മങ്ങുന്ന ഒരു കാലമാണ്. ഭാവിയെ സംബന്ധിച്ച തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോട് അനാദരപൂർവ്വം സംസാരിക്കും. പിന്നീട് പശ്ചാത്താപം തോന്നുവാനും ഇടവരുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളോട് രാജിയാവേണ്ട സാഹചര്യം ഭവിക്കാം. സ്ത്രീകളുടെ അനിഷ്ടം നേടുവാനിടയുണ്ട്. കൃത്യമായ ആസൂത്രണം നടത്താത്തതിനാൽ പല പരിപാടികളും പകുതിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. പ്രണയത്തിൽ ഇച്ഛാഭംഗത്തിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇണക്കത്തിൻ്റെ പങ്ക് കുറയുകയും പിണക്കത്തിൻ്റെ പങ്ക് വളരെയധികം കൂടുകയും ചെയ്യുന്നതാണ്. സാമ്പത്തിക ദുർവ്യയം വളരെയധികം കൂടുന്നത് മൂലം കടബാധ്യത ഉണ്ടാക്കുവാൻ ഇടയുണ്ട്. സുഹൃത്തുക്കളോട് അകാരണമായി കലഹിച്ചേക്കും.
ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുവാനും ഇടവരുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 2, 3 പാദങ്ങൾ, തിരുവാതിര പുണർതം 1, 2, 3 പാദങ്ങൾ. ശുക്രൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ആയതിനാൽ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സ്വന്തം പ്രതിഭാവിലാസം തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. അധികാരികൾ ഉപദേശം തേടിയെത്തും. പ്രതിസന്ധികളിൽ വിവേകപൂർവ്വം പെരുമാറുവാൻ നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ കഴിയുന്നതാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം സ്നേഹോഷ്മളമാവുന്നതാണ്. നിങ്ങളുടെ മക്കൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി, തൊഴിൽ ലബ്ധി, വിവാഹ നിശ്ചയം എന്നിങ്ങനെ ഇവയെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വന്തം ബിസിനസ്സിൽ വളരെയധികം നിങ്ങൾക്ക് വളർച്ച വന്നു ചേരുകയും ചെയ്യും. തൊഴിലിടത്തിൽ വളരെയധികം സമാധാനം പുലരുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കും. കുടുംബത്തിലെ സ്ത്രീകൾക്ക് ദേഹസൗഖ്യം, ജോലിയിൽ വളർച്ച എന്നിവയെല്ലാം വന്നെത്തുന്നതാണ്. നറുക്കെടുപ്പ്, ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് എന്നീ മേഖലകളിലൂടെ വളരെയധികം ധനാഗമം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് മിഥുനം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം 4-ാം പാദം, പൂയം, ആയില്യം. ശുക്രൻ 4-ാം ഭാവത്തിലാണ്. ദേഹസുഖം, മനസ്സുഖവും ഇവയെല്ലാം ഉണ്ടാകും. സമാധാനക്കേടുകളെല്ലാം പരിഹാരപ്പെട്ട് കണ്ടെത്തുവാൻ സാധിക്കും. അറ്റകുറ്റപ്പണി കഴിഞ്ഞ് വാഹനം നിരത്തിലിറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള സാധ്യത വളരെയധികം വന്നെത്തും. വീട്ടിൽ വളരെയധികം സന്തോഷവും സമാധാനവും പുലരുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കാളിത്തം വഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ബന്ധുക്കളുടെ പൂർണ്ണമായ സഹകരണം ലഭിക്കുന്നതായിരിക്കും. സൗഹൃദം മെച്ചപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. കർമ്മ മേഖലയിലെ എല്ലാവിധ തളർച്ചയും മാറി വളരെയധികം ഉന്മേഷം പ്രത്യക്ഷമാകും. തെളിഞ്ഞ മനസ്സോടെ തന്നെ കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനും മാതൃസ്വത്തുക്കളുടെ കാര്യത്തിൽ തർക്കവും അവിവ്യക്തയും എല്ലാം നീങ്ങുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഗൃഹത്തിലുണ്ടായിരുന്ന എല്ലാവിധ വിഘ്നങ്ങളും മാറി വളരെയധികം സന്തോഷപൂരിതമായി തീരും. അധികാരികൾക്ക് ആദ്യം തോന്നിയ നീരസമെല്ലാം മാറി വളരെയധികം ആദരവും വന്നു ചേരും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടവും വളരെയധികം സന്തോഷവുമായ ദിവസങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം 1-ാം പാദം. സഹായസ്ഥാനമായ 3-ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ പിന്തുണച്ച് മുന്നോട്ടിറങ്ങി വരുന്ന ഒരു സമയമാണ്. കുടുംബത്തിലും പരിചയത്തിലുമുള്ള സ്ത്രീകളുടെ സഹായം കൂടുതലായി കൈവരുന്ന ഒരു സമയം കൂടിയാണ്. നവസംരംഭങ്ങൾ ആശാവഹമായ രീതിയിൽ മുന്നോട്ടു പോകും. കൂട്ടുകച്ചവടത്തിലും പാരമ്പര്യ തൊഴിലിലും ലാഭം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ മികച്ച രീതിയിലുള്ള പിൻബലം വന്നു ചേരുന്നതാണ്. കലാപ്രവർത്തനത്തിന് വളരെയധികം ഉന്മേഷം ഭവിക്കും. മനസ്സ് ഭാവന പൂർണ്ണമാകുകയും സഹോദരന്മാരുമായുള്ള നിങ്ങളുടെ ബന്ധം വളരെയധികം ദൃഢമാക്കുകയും ചെയ്യുന്നതാണ്. ഭാഗ്യ അനുഭവങ്ങൾ പുഷ്ടിക്കപ്പെടും. നറുക്കെടുപ്പുകൾ, ലോട്ടറി, ചിട്ടി മുതലായവയിൽ നിന്നും ധനാഗമം ഉണ്ടാകുന്നതാണ്. കിടപ്പു രോഗികൾക്ക് ചികിത്സയിൽ മാറ്റം വളരെയധികം ഫലപ്രദമാകും. നല്ല കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹണ സന്ധിയിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ. നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. വാക്കുകൾ, വിദ്യാഭ്യാസം, ധനം, കുടുംബം, മുഖം ഇവ 2-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. മനഃപൂർവ്വമല്ലാതെ തന്നെ മധുരമായും അലങ്കാരിതമായും വശ്യമായും സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. വാക്കുകൾ ശ്രദ്ധേയമായി ശ്രോതാവിന് അനുഭവപ്പെടും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ഗവേഷകർ പ്രബന്ധരചന പൂർത്തീകരിക്കുന്നതാണ്. സാമ്പത്തികമായ നിങ്ങളുടെ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. കൂടുതൽ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ഋണബാധ്യതകളെല്ലാം പരിഹരിക്കുവാൻ പോംവഴി തെളിയും. കുടുംബ ബന്ധങ്ങൾ, വിശിഷ്ട ദാമ്പത്യ ജീവിതം വളരെയധികം സൗഹൃദമാക്കുകയും ചെയ്യും. മുഖാഭരണങ്ങൾ, പുതിയ കണ്ണട ഇവ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ സാധ്യതയുണ്ട്.
നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം സമാധാനമായ അന്തരീക്ഷമാണ് ഇനി വന്നത്. സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി വിശാഖം 1, 2, 3 പാദങ്ങൾ. നിങ്ങളുടെ ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ പല നിലയ്ക്കും ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സമൂഹത്തിൽ സ്വന്തം വാക്കുകൾക്കും നിലപാടുകൾക്കും അംഗീകാരം കൈവരും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. അവ നടപ്പിലാക്കുന്നതിലും നിങ്ങൾ വിജയിക്കുന്നതാണ്. യശസ് ഉയരുകയും ദേഹ മനസൗഖ്യം വളരെയധികം പ്രതീക്ഷിക്കാം. ആഡംബര വസ്തുക്കൾ, ഇഷ്ടവസ്തുക്കൾ ഇവയെല്ലാം പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുണ്ട്. പ്രണയാനുഭവം ഉണ്ടാകുകയും ചെയ്യും. വിവാഹ തടസ്സം മാറുകയും ആലോചന ഉറയ്ക്കുകയും ചെയ്യുന്നതാണ്. ദാമ്പത്യത്തിൽ സൗഖ്യം പുലരുന്നതാണ്. ധനപരമായി അനുഭവപ്പെട്ട ഞെരുക്കങ്ങളെല്ലാം നിങ്ങളുടെ മാറിക്കിട്ടും. പുതിയ വാഹനം വാങ്ങുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. ഗൃഹം മോടി പിടിപ്പിക്കുവാനും സാധിക്കും. കൂട്ടുകച്ചവടത്തിൽ വളരെയധികം വളർച്ച വന്നു ചേരുകയും വളരെയധികം ധന നേട്ടമുണ്ടാകുകയും ചെയ്യും. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന വിദേശ യാത്രയിലെ എല്ലാവിധ നൂലാമാലകളും മാറി യാത്രയ്ക്കുള്ള അനുമതി വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം 4 പാദം, അനിഴം തൃക്കേട്ട 12ാം ഭാവത്തിലാണ് ശുക്രൻ ആയതിനാൽ 12ൽ സഞ്ചരിക്കുമ്പോൾ ഗ്രഹങ്ങൾ വിപരീത ഫലങ്ങളാണ് നൽകുന്നത്. എന്നാൽ 12ൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ ഗുണഫലദാതാവായി മാറുകയും ചെയ്യുന്നതാണ്. യാത്രകൾ വളരെയധികം ഉണ്ടാകും. അവ ബിസിനസ് നേട്ടങ്ങൾക്ക് വളരെയധികം ഉതകുകയും ചെയ്യുന്നതാണ്. ചെലവുണ്ടാകും. അതും മംഗളകർമ്മങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ വേണ്ടിയുള്ളതാകുകയും ചെയ്യും. നിങ്ങളുടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. കടബാധ്യത വളരെയധികം കുറയുകയും ഇവയെല്ലാം പരിഹരിക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. തൊഴിൽ മുന്നേറ്റത്തിന് സാഹചര്യം ഒത്തുവരും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്ത് നിരവധി വർഷമായിട്ടും പൗരത്വമോ തത്സംബന്ധമായ ആനുകൂല്യമോ ലഭിക്കാത്ത ആളുകൾക്ക് ഇവയെല്ലാം വന്നു കിട്ടുന്നതാണ്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് വൃശ്ചിക രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം 1 പാദം. ശുക്രൻ 11ാം രാശിയിൽ സഞ്ചരിക്കുന്നു. സർവവിഷ്ട സ്ഥാനം എന്നാണ് 11ാം ഭാവത്തെ വിശേഷിപ്പിക്കുന്നത്. ഭൗതികമായ ആഗ്രഹങ്ങൾ ഒരു രീതിയിലുമുള്ള തടസ്സങ്ങളില്ലാതെ നിർവഹിക്കപ്പെടും. നിങ്ങളുടെ രോഗാരിഷ്ടതകളെല്ലാം കുറയുകയും ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാനും സാധിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. കച്ചവടത്തിൽ വളരെയധികം ലാഭം വർദ്ധിക്കും. ഉദ്യോഗത്തിൽ അധികാരത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനം കിട്ടുന്നതാണ്. രാഷ്ട്രീയ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. പ്രണയത്തിന് വിവാഹ സാഫല്യം വരും. നറുക്കെടുപ്പുകൾ, ചിട്ടി മുതലായവയിലെ ഭാഗ്യപരീക്ഷണം വിജയകരമാവുകയും ചെയ്യുന്നതാണ്. വിപരീത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ദമ്പതിമാർക്ക് ഒരിടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കടബാധ്യതകളും കുടിശ്ശികയും ഒട്ടാകെ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ധനു രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം അവിട്ടം 1, 2 പാദങ്ങൾ. മകരം രാശിക്കാർക്ക് 10ാം ഭാവത്തിലാണ് ശുക്രൻ. 6, 7, 10 എന്നീ ഭാവങ്ങളിൽ ഗോചര ശുക്രൻ വേണ്ടത്ര ഗുണഫലങ്ങൾ നൽകുവാനിടയില്ല. എന്നാൽ സ്വക്ഷേത്രസ്ഥിതിയാകയാൽ തൊഴിലിടത്ത് സമാധാനം വന്നുചേരും. സ്വന്തം കഴിവുകൾ തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിലവിലെ ബിസിനസ്സിൽ സാമാന്യത്തിലധികം പുരോഗതി കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ സമ്മിശ്രമായ പ്രതികരണം ഭവിക്കാം. വായ്പകൾ നേടുവാനുള്ള ശ്രമം ഭാഗികമായി വിജയിക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പിൽ കൂടുതൽ വ്യക്തികളെ ഉൾപ്പെടുത്തുന്നത് ആലോചിച്ചാവണം. നിലവിലെ ജോലി ഉപേക്ഷിച്ച് മറ്റൊന്ന് തേടുക എന്നത് ഒരു രീതിയിലും അഭികാമ്യം ആകില്ല.
അധികം ജോലിഭാരം, സമയബന്ധിതമായുള്ള ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ വരിക എന്നിവയും സാധ്യതകളാണ്. നിങ്ങളുടെ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് ഉദ്ദേശിച്ചതിലും കൂടുതൽ ചെലവേറുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മകരം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം പൂരിട്ടാതി 1, 2, 3 പാദങ്ങൾ. 9ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു. പൂർവ്വ അധ്യാപകരെ കാണുവാനും അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനും സാധിക്കുന്നതാണ്. പിതാവിന് ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകും. ദൈവിക സമർപ്പണങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹജമായിട്ടുള്ള കലാവാസന അഭ്യസിക്കുവാൻ അവസരങ്ങൾ വന്നെത്തുന്നതാണ്. ഭാഗ്യപുഷ്ടിയുള്ള കാലമാകയാൽ നിങ്ങൾക്ക് നറുക്കെടുപ്പുകളിൽ വിജയം ഉണ്ടാകുകയും ചെയ്യും. ഊഹക്കച്ചവടത്തിൽ ആദായം വളരെയധികം പ്രതീക്ഷിക്കാം. കുടുംബ പുരോഗതിയിൽ അഭിമാനിക്കുവാനും പിതൃസ്വത്തുക്കൾ സംബന്ധിച്ച വ്യവഹാരത്തിൽ അനുകൂലമായ വിധി നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഗൃഹനിർമ്മാണത്തിനുള്ള രൂപരേഖയ്ക്ക് അംഗീകാരം ലഭിക്കും. നാട്ടുകാര്യങ്ങൾക്ക് മുൻകൈയെടുക്കും. വിലപിടിപ്പുള്ള വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുവാനിടയുണ്ട്. രോഗബാധിതരായ ആളുകൾക്ക് സമാശ്വാസം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കുംഭം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മീനം രാശിക്കാരാണ്. പൊരുരുട്ടാതി 4ാം പാദം, ഉത്രട്ടാതി, രേവതി. അഷ്ടമ രാശിയായ തുലാം രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നു. അഷ്ടമ രാശി സ്വതേ അശുഭപ്രദമാണ്. എന്നാൽ ശുക്രന് പുഷ്ടിയുള്ള സ്ഥാനമാണിത്. ഭോഗസുഖം ഭവിക്കും. ന്യായമായ ഭൗതിക കാര്യങ്ങൾ അഭംഗുരം കരാഗതമാകുകയും ചെയ്യും. ആവശ്യത്തിന് വിശ്രമവും സുഹൃത്തുക്കളുമായി ഉല്ലാസവും കൈവരുന്ന ഒരു സമയമാണ്. കുടുംബജീവിതം വളരെയധികം സുഖകരമാകുന്നതാണ്. ജീവിത പങ്കാളിയുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർമ്മ മേഖലയിൽ ഏകോപന ശക്തി ആദരിക്കപ്പെടും. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ആവിഷ്കരിക്കുവാനും താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. പല രീതിയിലുള്ള കാരണങ്ങളാൽ നീണ്ട അവധിയിൽ കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാനാകും. കരാർ പണികൾ നിരന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്വാശ്രയ വ്യാപാരം പുരോഗതിയിലേക്ക് കുതിക്കും. ഊഹക്കച്ചവടം നടത്തുന്ന ആളുകാർക്ക് വളരെയധികം ആദായം വർദ്ധിക്കുകയും വളരെയധികം ധനനേട്ടം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.